എന്തെങ്കിലും ഉണ്ടാക്കും. എന്റെ മോള് അച്ഛനോട് കൊടുക്കണം. എന്താ ഈ കാണാവുന്ന പ്ലാവിലെ ചക്കയെല്ലാം അച്ഛൻ വിറ്റിരിക്കണു. ഞാൻ ആരോട് ചോദിച്ചില്ല, അവരാ ഇവിടെ വന്ന് ചോദിച്ചത്. ചക്ക കൊടുക്കാൻ പോകുന്നേ ഞാൻ കൊടുക്കാണ്ടെന്ന് പറയുകയും ചെയ്തു. ഒരു കാശ് തരുകയും ചെയ്തു. കിട്ടിയ കാശ് ഞാൻ പുട്ടടിക്കുകയും ചെയ്തു. ഈ ചക്ക ആരെങ്കിലും മേടിക്കാൻ വന്നാൽ ഞാൻ അവരുടെ കൈ കെട്ടും. ഞാനിത് ആർക്കും കൊടുക്കത്തില്ല. ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? അച്ഛൻ ചക്ക കിട്ടിയത് അല്ല കൂടെ എനിക്ക് നല്ലതാണോ? പ്ലാവുമ്പോ അതിനെ ചാടി വെച്ചിട്ട് ഇദ്ദേഹത്തിന് ചക്ക കയറി പറിക്കാലോ. ഇത് കൊള്ളാം. സ്റ്റാൻഡേർഡ് നോക്കി അത് നന്നായി അംഗീകരിച്ചിരിക്കുന്നു. മോളെ, ഈ കാണുന്ന ചക്ക മുഴുവൻ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ അറിയാമെങ്കിൽ ഇതിടാൻ ഞങ്ങൾക്കറിയാം. ഈ ചക്ക എടുത്ത് ഒന്ന് കാണണമല്ലോ. അല്ല മോളെ, ചക്ക എടുത്ത് കാണാനാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട. ഇച്ചിരി മാറി നിൽക്കാനെങ്കിൽ ചിലപ്പോ ചക്ക തലയിൽ വീണോ. ആ സ്റ്റാൻഡേർഡ് അങ്ങ് പോയി കേട്ടോ. പിന്നെ അതെ, ഈ ചക്ക മുഴുവൻ വാങ്ങിച്ചാരെന്ന് അറിയാവോ? ജഗന്നാഥൻ തമ്പുരാൻ, ഞങ്ങളുടെ ആറാം തമ്പുരാൻ. ഈ പെണ്ണുമ്പോൾ ഒരു കെട്ടിൽ സമ്മതിക്കരുത്. നിങ്ങൾക്ക് കഷ്ടമായത് കാണിച്ചേ. ഇപ്പൊ കാണിച്ചേ. ജഗൻ, ശംഭോ മഹാദേവ. ജഗൻ നീ എവിടെയാണ്? ഞാനിപ്പോ വടക്കേപ്പാട്ടെ അമ്മച്ചിപ്ലാവിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ അള്ളി പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ആ പ്രശ്നം. നീ ഇറങ്ങിയ നടക്കൂ. ഇറങ്ങണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ താഴോട്ട് നോക്കുമ്പോ തലയിറങ്ങിയിട്ട് ശ്രദ്ധിക്കാൻ വരികയാണ്. പിന്നെ ഞാൻ എങ്ങനെ ഇറങ്ങും? ജഗൻ, ഈ ഉണ്ണിമായ ചക്കയെ സമ്മതിക്കുന്നില്ല. എങ്ങനെയൊരു കാര്യം ചെയ്യും. ഈ പ്ലാവിൽ ആകപ്പാട് 4 ചക്കയേ ഉള്ളൂ. ഈ 4 ചക്കയും താഴെ വീണിട്ട് 5ാമതൊരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ നീ ഉറപ്പിച്ചു ഈ ജഗൻ താഴെ എത്തിയിട്ടുണ്ട് എന്ന് അപ്പോൾ നിനക്ക് മനസ്സിലാവും. ഓക്കെ, അത് മതി. ജഗൻ വരുന്നത്. ജഗൻ വരട്ടെ. ജഗനല്ലേ വരുന്നത്, അല്ലാതെ ജയനൊന്നും അല്ല. ഇങ്ങനെ വലിയ അച്ഛനൊരു പഴകഞ്ഞിയാ. കൂടുതൽ സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. നല്ല വിശപ്പ്. പൂച്ച എടുത്ത് കുടിക്കുന്നതിന് മുമ്പ് ആ വിശപ്പേ. എന്റെ ഭഗവതി, എന്റെ പരിക്കപ്രാവിനെ കാത്തോണേ. ഒരു ജഗന് വിട്ടുകൊടുക്കല്ലേ എന്റെ പരിക്കപ്രാവിനെ ചക്ക. ശംഭോ മഹാദേവ, ഇതെന്താ ഞാൻ ഈ കാണുന്നത്? പ്ലാവിലെ വരിക്കച്ചക്ക നേരിട്ട് ഭൂമിയിൽ അവതരിച്ചതാണോ? ഒരു ചക്ക കാണുമ്പോഴേക്കും അത് വെട്ടി നോക്കാതെ വലിക്കാണോ കോഴിയാണോ എന്നറിയാനുള്ള ഗ്രാഹ്യം ഉണ്ടോ മാഷിനെ? അല്ല, ഈ ആടിന് തൂപ്പ് കെട്ടിയിടത്തിലെ തീറ്റ പ്ലാവിന്റെ ഇലയിലെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് അതുപോലെയുള്ള അഴിഞ്ഞു വീണ കേശഭാരം. ചക്കയുടെ പുറന്തോടിലെ കൂർത്ത മുള്ളുകളെ പോലെ മൃദുലമാർന്ന മുഖകാന്തി എന്നൊക്കെ പറയണമെങ്കിലേ ഞാൻ പൊട്ടനായിരിക്കണം. കണ്ണുപൊട്ടൻ. ഇതേതാണ്ട് ഇടിമറ്റേറ്റ ഒരു പ്ലാവിലെ ആർക്കും വേണ്ടാതെ, ഒരു വവ്വാലിന് പോലും വേണ്ടാതെ ചീഞ്ഞ മാറി ഊർന്ന് താഴെ വീണ് വഴിയഴിച്ച് കൊത്തുന്ന ഏതോ ഒരു കുഴിച്ചക്ക. ഒന്നുമില്ല, ഞാൻ വെറുതെ തമാശ. അങ്ങനെ വിളിക്കാവോ? ഊഴച്ചക്ക തലയിൽ വിട്ടാണേ അവിടെ അമ്മ അതൊന്നും അറിഞ്ഞില്ല. പിന്നെ വെറുതെ ഒരു തമാശക്ക് വേണ്ടി പറഞ്ഞാണത്. ഇനി നിങ്ങൾ വിചാരിക്കണ്ട, ഈ പ്ലാവിൽ ഓടിച്ചോളപ്പോഴും നിങ്ങൾക്ക് ഞാൻ തരില്ല. കേട്ടില്ലേ? ഭീഷണിപ്പെടുത്തലാണ് കുട്ടിയുടെ. അതെ, ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഞാൻ പോയിട്ടു അവിടെ ഞാൻ പോയിട്ടുണ്ട്. അതിന്റെ പേരായിരുന്നു ധാരാവി. അറിയാം കുട്ടിക്ക്. ഈ ധാരാവി
2500 ചക്ക വിറ്റ് റെക്കോർഡ് ഇട്ടവനാണ് ഞാൻ. അയ്യോ, 2500 ചക്ക വെച്ച് ആ തമ്പുരാനാണ്. ഒറ്റ രാത്രി കൊണ്ട് അച്ഛാ, ആ തമ്പുരാനാണ് ഈ തമ്പുരാൻ. അതേപോലെ ആ തമ്പുരാനാ ഈ തമ്പുരാൻ. ഭഗവതി എന്തായാലും എന്റെ മോക്ക് ഇഷ്ടപ്പെട്ടതാ തോന്നുന്നത്. ഇതല്ലേ കെട്ടിട്ടുടാൻ പറ്റിയാൽ മതിയായിരുന്നു. ജഗൻ, ജഗൻ. ആരാവോ Hi Jagan, how are you? I'm fine. Oh, really miss you, Ravine. കുറച്ച് തിരക്കിലായി പോയി. Oh, Jagan. സുഖമായിട്ടിരിക്കുന്നോ? Yeah. എന്ത് ഭംഗിയാണ് ഈ നാട്ടുമ്പുറം. അതിനേക്കാൾ നല്ല ഇവിടുത്തെ തട്ടുമ്പുറമാണ്. വളരെ മനോഹരമാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? Baby. ഇതിനെ മുമ്പ് പ്ലാവ് കണ്ടിട്ടില്ലേ? അയ്യോ, ഞാൻ first time. അല്ല, ഇത് പ്ലാവ് അല്ലാതെ പ്രാവല്ല. ഇങ്ങനെയാണ് പറക്കാനെ. ചേക്കാ. അച്ഛാ, ഇവിടെ ഞാനൊന്ന് പ്രാഗിക്കോളൂ. എന്റെ കാവിലെ ഭഗവതി മുടിഞ്ഞു പോണേ. ചോദിക്കാം എന്താ സംഭവം എന്ന് ചോദിക്കാം. അതെ നമ്മളെ കൂടെ വന്നിരിക്കുന്നത് ആരാണാവോ? ആരെയാണോ? അല്ല. ഇതെന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ അതായത് ഫ്രണ്ടിന്റെ ഭാര്യ. ഭഗവതിക്ക് ആ നൂറ്റൊന്ന് തിരിഞ്ഞാക്കാത്ത ഭാവിയിൽ എന്റെ ഭാര്യ ആകും തിരിയേണ്ട ഞാൻ എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നടക്കണമെന്നില്ല. എന്താ ഞാൻ കല്യാണം കൂടെ കഴിക്കുന്നത്. നന്നായി. അല്ല ഇപ്പൊ തമ്പ്രാൻ ഈ നാട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ഈ കണിമംഗലത്ത് കാലുകുത്തിയത് വെറുതെ അല്ല. അതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ആദ്യമൊക്കെ ഉദ്ദേശം എന്താണെന്ന് അറിയിച്ചാ എന്റെ കല്യാണം കഴിക്കണം. നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. അല്ല ഈ പക്കിയെ പിടിച്ചോണ്ട് പോകുന്ന ഈ മനുഷ്യൻ ആരാണ് മനസ്സിലായില്ല? കുളപ്പള്ളി വീര, കുളപ്പള്ളി അല്പം തമ്പുരാനോ? അത് തിരുവേലി കണ്ടപ്പോഴേ തോന്നി ഒരു അല്പനാണെന്ന്. ഈ ഇവിടെ വന്ന് ഈ ചക്കയിലെ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ചക്കയെല്ലാം കൂടെ കൂട്ടിയിട്ട് ബോംബ് വെച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. പിന്നീട് അത് മാറ്റി. എന്നാ പിന്നെ നമുക്ക് ഈ ചക്കയിലെ കുരുവെല്ലാം കൂടെ ചുട്ടിട്ട് ഈ നാട്ടുകാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബോംബ് വെച്ചതിന് തുല്യമാകുമല്ലോ. ഇവരിവിടെ വന്നിട്ട് എന്തോ ഉദ്ദേശമുണ്ട്. കണ്ണുകളിൽ തളം കെട്ടി കിടക്കും. അത് ഇന്നലെ അടിച്ച ആരും കിട്ടില്ല. വാക്കുകൾക്ക് സൂചിമണിയുടെ മൂർച്ച, ചാത്തന്മാരുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അയ്യോ തെറ്റി. തിരുവേലിക്ക് പാടെ തെറ്റി. ചാത്തന്നൂരല്ല മുഹമ്മദ് പ്രസാദ്. മുഹമ്മദ് പ്രസാദ് എന്ന് പറയുന്നത് ചേർത്തലേക്ക് എടുത്താണ്. അക്ഷരം പറയല്ലേ, എന്റെ വാക്കുകൾക്ക് മൊത്തം താളം തെറ്റുന്നു. ഞാൻ പോകുന്ന ഫ്ലോ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ വായി നോക്കിയിരിക്കുന്നത്? എന്തെങ്കിലും പറയൂ. പറയുന്നതെല്ലാം കുളമാകുന്നതായിരിക്കും. കുളപ്പള്ളി അല്പൻ എന്നുള്ള പേരുള്ള എടോ അപ്പന്റെ പേരുള്ള തേവറേറ്റ് ചെറ്റെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന ചക്ക മഹോത്സവം എന്ന ഉത്സവം നിർത്തലാക്കാൻ കാരണക്കാരൻ താനാണ്. ആ മുടങ്ങിക്കിടന്ന ഉത്സവം നടത്താനും ഉത്സവത്തിന് കൊടിയേറാനുമാണ് ജഗന്നാഥനെ ഈ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നത്. മനസ്സിലായോ അല്പം തമ്പുരാനെ? എന്റെ തറവാട്ട് മുന്നിൽ നിൽക്കുന്ന തേവരിക്കോട് ചക്ക വെട്ടിക്കൊണ്ട് പോകാതെ നീ എങ്ങനെ ഇവിടെ ഉത്സവം നടത്തും? തമ്പുരാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷത്തിനും ഈ നാടിന്റെ ഐശ്വര്യത്തിനും വേണ്ടി തമ്പുരാൻ ഈ ഉത്സവത്തിന് സമ്മതിക്കണം. ഞാൻ മാത്രം സമ്മതിച്ചാൽ ഉത്സവം നടക്കില്ല. ഈ പ്ലാവും ചക്കയെല്ലാം ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ്. ഏത് ഡ്രസ്സിന്റെ കീഴിലാണെങ്കിലും അത് ഞാൻ എടുത്തുകൊണ്ട് വരാൻ തമ്പുരാൻ. ഏത് ഡ്രസ്സിന്റെ കീഴിലാണ്? ഡ്രസ്സല്ല, ട്രസ്റ്റ്. ഈ ട്രസ്റ്റിൽ ഞാൻ മാത്രമല്ല, എന്റെ സഹോദരി സുഭദ്രയെ കൂടെയുണ്ട്. സുഭദ്രയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാവിൽ നിന്ന് എനിക്ക് ചക്ക ഇടാൻ പറ്റത്തുള്ളൂ. സുഭദ്ര ആരാന്നറിയാം? സിംഹമാണ്. ഗർജിക്കുന്നു സിംഹം. സുഭദ്രേ പറയാ.
ഈ ആൺകോ